ഡോപ്പമൈൻ ഡിറ്റോക്സ്, തെറ്റിദ്ധാരണകളും ശാസ്ത്രവും. നമ്മളെ തളച്ചിടുന്ന ഡിജിറ്റൽ ലോകത്തിൽ നിന്നും അല്പം പിന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു പദമാണ് ഡോപ്പമൈൻ ഡിറ്റോക്സ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഈ ആശയം സ്വയം വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളിൽ പ്രചരിച്ചിട്ടുണ്ട്. പലരും ഇതിനെ ഒരു അത്ഭുത പരിഹാരമായി അവതരിപ്പിക്കുകയും ചിലർ അത് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ചിലർ ഡോപ്പമൈനെ ഒരു വിഷവസ്തുവായി കാണാൻ തുടങ്ങി. അത് ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ട ഒന്നായി കരുതി. എന്നാൽ യാഥാർത്ഥ്യം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഡോപ്പമൈൻ മനുഷ്യന്റെ മസ്തിഷ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാസവസ്തുക്കളിൽ ഒന്നാണ്. അതില്ലാതെ മനുഷ്യന് പഠിക്കാനോ ലക്ഷ്യങ്ങൾ പിന്തുടരാനോ പ്രചോദനം കണ്ടെത്താനോ കഴിയില്ല. പുതിയൊരു കഴിവ് പഠിക്കുമ്പോഴും ഒരു ലക്ഷ്യം കൈവരിക്കുമ്പോഴും ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴും നമ്മുടെ മസ്തിഷ്കം ഡോപ്പമൈൻ പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ടാണ് വിജയത്തിന്റെ സന്തോഷം ലഭിക്കുമ്പോൾ അത് നമ്മളെ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രശ്നം ഡോപ്പമൈൻ അല്ല, പ്രശ്നം അതിന്റെ അമിതമായ ഉത്തേജനമാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകം മനുഷ്യന്റെ സ്വാഭാവിക റിഫ്ലക്സ് സംവിധാനത്തെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വിവിധ ആപ്പുകളും മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഓരോ സ്ക്രോളിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയാണ് അവയുടെ അടിസ്ഥാന രൂപം. ചിലപ്പോൾ അത്ഭുതകരമായ ഒരു വീഡിയോ കാണാം, ചിലപ്പോൾ വളരെ സാധാരണമായ ഒന്നാകാം. ഈ അനിശ്ചിതത്വം തന്നെയാണ് നമ്മുടെ മസ്തിഷ്കത്തെ കൂടുതൽ ആകർഷിക്കുന്നത്. മനുഷ്യന്റെ റിഫ്ലക്സ് സംവിധാനത്തിൽ വേരിയബിൾ റിവാർഡ് എന്നൊരു ഘടകം പ്രവർത്തിക്കുന്നു. ഓരോ ശ്രമത്തിനും എപ്പോഴും ഒരേ പ്രതിഫലം ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ വളരെ നല്ല ഒന്നാകും ലഭിക്കുക, ചിലപ്പോൾ ഒന്നുമില്ല. എന്നാൽ ആ അനിശ്ചിതത്വം തന്നെ നമ്മളെ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു. കാസിനോയിലെ ചൂതാട്ട മെഷീനുകൾ ആളുകളെ ആകർഷിക്കുന്ന അതേ സൈക്കോളജിക്കൽ മാതൃകയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അടുത്തതായി എന്താണ് കാണാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് വിരൽ വീണ്ടും വീണ്ടും താഴേക്ക് നീങ്ങുന്നത്. ഓരോ സ്ക്രോളും ചെറിയൊരു പ്രതീക്ഷയാണ്. അടുത്തത് കൂടുതൽ രസകരമായിരിക്കും എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഡോപ്പമൈൻ പ്രവർത്തനത്തെ സജീവമാക്കുന്നത്. കാലക്രമേണ ഈ ശീലം നമ്മുടെ മസ്തിഷ്കത്തിൽ പുതിയ നാഡീവ്യൂഹ പാതകൾ സൃഷ്ടിക്കുന്നു. നമ്മൾ ബോറടിക്കുമ്പോൾ ഫോൺ തുറക്കുന്നത് ഒരു സ്വാഭാവിക പ്രതികരണമായി മാറുന്നു. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിക്കുമ്പോഴും പോലും പെട്ടെന്ന് ശ്രദ്ധ മാറി ഫോൺ പരിശോധിക്കാൻ തോന്നും. അത് ഒരു തീരുമാനമല്ല, മറിച്ച് പരിശീലനം ലഭിച്ച ഒരു പ്രതികരണമാണ്. ഇവിടെയാണ് ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന ആശയത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഈ ആശയം ഡോപ്പമൈനെ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ല, അമിതമായ ഉത്തേജനങ്ങളിൽ നിന്നും മസ്തിഷ്കത്തെ കുറച്ചുകാലം മാറ്റി നിർത്തി അതിന്റെ സ്വാഭാവിക സമതുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്. മധുരം ഇഷ്ടമുള്ള ഒരു വ്യക്തി എല്ലായ്പ്പോഴും മധുരം നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ സാധാരണ ഭക്ഷണങ്ങൾ പിന്നീട് രുചിയില്ലാത്തതുപോലെ തോന്നും. എന്നാൽ കുറച്ചു ദിവസങ്ങൾ ആ മധുരം ഒഴിവാക്കിയാൽ വീണ്ടും സാധാരണ ഭക്ഷണത്തിന്റെ സ്വാഭാവിക രുചി അനുഭവിക്കാൻ തുടങ്ങും. ഡിജിറ്റൽ ഉത്തേജനങ്ങൾക്കും ഇതേ രീതിയിലുള്ള ഒരു സ്വഭാവമുണ്ട്. നാം നിരന്തരം ചെറുതും വേഗത്തിലുള്ളതുമായ റിവാർഡുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീർഘകാല ശ്രദ്ധ ആവശ്യമായ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടായി തോന്നാൻ തുടങ്ങും. ഒരു പുസ്തകം വായിക്കുക, ഒരു പ്രൊജക്റ്റിൽ മണിക്കൂറുകൾ ചെലവഴിക്കുക, പുതിയൊരു കഴിവ് പഠിക്കുക, ഇവയൊക്കെ മന്ദഗതിയിലുള്ള പ്രതിഫലങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ നമ്മുടെ മസ്തിഷ്കം വേഗത്തിലുള്ള ഉത്തേജനങ്ങൾക്കായി പരിശീലിപ്പിക്കപ്പെട്ടാൽ ഈ പ്രവർത്തനങ്ങൾ ബോറടിപ്പിക്കുന്നത് പോലെ തോന്നാം. അതുകൊണ്ടാണ് പലർക്കും പ്രചോദനമില്ല എന്ന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ പ്രചോദനമില്ലാത്തതല്ല, മറിച്ച് പ്രചോദനത്തിന്റെ മാനദണ്ഡം തന്നെ മാറിയിരിക്കുന്നു. മസ്തിഷ്കം വളരെ വേഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന ആശയം ഒരു കടുത്ത നിയന്ത്രണ പരിപാടിയല്ല, പകരം ചെറിയ ഇടവേളകളിലൂടെ നമ്മുടെ മസ്തിഷ്കത്തെ വീണ്ടും പരിശീലിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തേജനങ്ങളുടെ തീവ്രതയാണ്. ദിവസത്തിൽ എത്ര സമയം നമ്മൾ സ്ക്രീനുകളിൽ ചെലവഴിക്കുന്നു, എത്ര തവണ നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു, എത്ര വേഗത്തിൽ നമ്മൾ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വഴുതി വീഴുന്നു. ഈ ചോദ്യങ്ങൾ നമ്മെ നമ്മുടെ ശീലങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും.
ശേഷം പതുക്കെ പതുക്കെ ചില മാറ്റങ്ങൾ ആരംഭിക്കാം. എല്ലാ നോട്ടിഫിക്കേഷനുകളും നിർബന്ധമല്ല. പല ആപ്പുകളും നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മാത്രമാണ് നോട്ടിഫിക്കേഷനുകൾ അയക്കുന്നത്. അവ കുറയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധയുടെ ഗുണനിലവാരം മെച്ചപ്പെടാൻ തുടങ്ങും. സ്ട്രക്ചേർഡ് ബോർഡം എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ലോകത്തിൽ ബോറടിക്കുന്നത് പലർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ബോറടിക്കൽ മനുഷ്യന്റെ ചിന്താശേഷിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടമാണ്. ഒന്നും ചെയ്യാതെ ചില നിമിഷങ്ങൾ നിശബ്ദമായി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായി പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. പല ശാസ്ത്രജ്ഞരും എഴുത്തുകാരും സൃഷ്ടിപരമായ ജോലികൾ ചെയ്യുന്ന വ്യക്തികളും പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. അവരുടെ മികച്ച ആശയങ്ങൾ പലപ്പോഴും അവർ ജോലി ചെയ്യാത്ത സമയത്താണ് ഉണ്ടായത്. നടക്കുമ്പോഴും നിശബ്ദമായി ഇരിക്കുമ്പോഴും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുമ്പോഴും മനസ്സ് ആഴത്തിലുള്ള ബന്ധങ്ങൾ കണ്ടെത്താൻ തുടങ്ങുന്നു. ഡിജിറ്റൽ ലോകം ഈ നിശബ്ദ നിമിഷങ്ങളെ മന്ദഗതിയിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഒഴിവ് സമയവും സ്ക്രീനുകളാൽ നിറയുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വാഭാവികമായി അലഞ്ഞുതിരിയാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. ഡോപ്പമൈൻ ഡിറ്റോക്സ് ഈ നിശബ്ദത വീണ്ടും കണ്ടെത്താനുള്ള അവസരമാണ്. ഇത് ഒരു താൽക്കാലിക ഇടവേളയാകാം. ഒരു ദിവസം, ഒരു വാരാന്ത്യം, അല്ലെങ്കിൽ ദിവസത്തിലെ ചില മണിക്കൂറുകൾ. ഈ ഇടവേളകളിൽ നമ്മൾ വേഗത്തിലുള്ള ഡിജിറ്റൽ ഉത്തേജനങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ആദ്യത്തിൽ അത് അസ്വസ്ഥതയുണ്ടാക്കാം, കാരണം മസ്തിഷ്കം അതിന്റെ പതിവ് പ്രതിഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞാൽ മറ്റൊരു മാറ്റം സംഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ശ്രദ്ധ കൂടുതൽ സ്ഥിരതയാർജിക്കും. ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു പുസ്തകത്തിന്റെ കഥയിൽ വീണ്ടും മുഴുകാൻ കഴിയും. ഒരു ചിന്തയെ തുടർച്ചയായി പിന്തുടരാൻ കഴിയും. മനുഷ്യന്റെ മസ്തിഷ്കം അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് സ്വയം രൂപാന്തരപ്പെടുന്ന ഒന്നാണ്. നാം ഏത് ശീലങ്ങൾ ആവർത്തിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. നിരന്തരം സ്ക്രീനുകളിൽ ശ്രദ്ധ ചെലവഴിച്ചാൽ മസ്തിഷ്കം അതിനനുസരിച്ച് രൂപം കൊള്ളും. എന്നാൽ നാം ആഴത്തിലുള്ള ചിന്തയ്ക്കും ഏകാഗ്രതയ്ക്കും സമയം നൽകുമ്പോൾ അത് മസ്തിഷ്കത്തിന്റെ പുതിയ ശീലമാകും. ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്നത് അതിനുള്ള ആദ്യ പടിയാണ്. അത് നമ്മെ നിയന്ത്രിക്കുന്ന ശീലങ്ങളെ തിരിച്ചറിയാനും അവയിൽ നിന്ന് ഒരു ചെറിയ ദൂരം സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ആ ദൂരത്തിലാണ് പുതിയ ശീലങ്ങൾ വളരാൻ തുടങ്ങുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ ശ്രദ്ധയെ എവിടേക്ക് തിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവാണ്. എന്നാൽ ആ കഴിവ് പരിശീലനം ആവശ്യപ്പെടുന്നു. ശ്രദ്ധ ഒരു പേശിയെപ്പോലെയാണ്. അത് ഉപയോഗിക്കുമ്പോൾ ശക്തമാകും, അവഗണിക്കുമ്പോൾ ദുർബലമാകും. ഡോപ്പമൈൻ ഡിറ്റോക്സ് ഒരു താൽക്കാലിക പരീക്ഷണമല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഡിജിറ്റൽ കുരുക്ക്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ മസ്തിഷ്കത്തെ പിടിച്ചടക്കിയിരിക്കാം. ഒരിക്കൽ ബന്ധപ്പെടാനും വിവരങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്ന ഒരു ഉപകരണമായി ആരംഭിച്ച ഈ ചെറിയ സ്ക്രീൻ ഇന്ന് പലരുടെയും ശ്രദ്ധയും സമയവും കവരുന്ന ഒരു അദൃശ്യ കുരുക്കായി മാറിയിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ഓരോ ഒഴിവു സമയവും അതിലേക്ക് വഴുതിപ്പോകുന്നു. ബസ്സിനായി കാത്തിരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചു നിമിഷങ്ങൾ ലഭിക്കുമ്പോൾ, രാത്രി ഉറങ്ങുന്നതിനു മുമ്പ്, എല്ലാം ഒരേ രീതിയിൽ ഫോണിൽ അവസാനിക്കുന്നു. കൈ സ്വാഭാവികമായി പോക്കറ്റിലേക്ക് നീളുന്നു, സ്ക്രീൻ തെളിയുന്നു, പിന്നെ വിരൽ വീണ്ടും വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യത്തിൽ അത് വെറും ഒരു നിമിഷം മാത്രമാണെന്ന് നമ്മൾ കരുതുന്നു. ഒന്ന് നോക്കിയാൽ മതി എന്നൊരു ചെറിയ ധാരണ. എന്നാൽ ആ ഒരു നിമിഷം എങ്ങനെ 15 മിനിറ്റ് ആകുന്നു, എങ്ങനെ അരമണിക്കൂറാകുന്നു? അത് നമ്മൾ അറിയാതെ പോകുന്നു. ഒടുവിൽ സമയം ഒഴുകിപ്പോകുന്നു. എന്നാൽ നമ്മൾ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല എന്നൊരു ശൂന്യത മാത്രം അവശേഷിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ അവസാനിക്കുമ്പോൾ പലർക്കും അനുഭവപ്പെടുന്ന വികാരമാണിത്. ഞാൻ ദിവസം മുഴുവൻ തിരക്കിലായിരുന്നു, പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് പറയാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എല്ലാവരുടെയും പരാതി ഇതാണ്. ഇത് വെറും ശീലത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു മാനസിക ചക്രമാണ് ഇതിന് പിന്നിൽ. ഓരോ നോട്ടിഫിക്കേഷനും, ഓരോ പുതിയ പോസ്റ്റും, ഓരോ ലൈക്കും നമ്മുടെ മസ്തിഷ്കത്തിൽ ചെറിയൊരു രാസപ്രവർത്തനം ഉണ്ടാക്കുന്നു. ആ പ്രതികരണം ഡോപ്പമൈൻ എന്നറിയപ്പെടുന്ന ഒരു ന്യൂറോ കെമിക്കൽ മുഖേനയാണ് സംഭവിക്കുന്നത്. ഡോപ്പമൈൻ മനുഷ്യന്റെ പ്രചോദനവും റിഫ്ലക്സ് വ്യവസ്ഥയും നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്.
അതുകൊണ്ടാണ് പുതിയതും ആവേശകരവുമായ കാര്യങ്ങൾ നമ്മളെ ആകർഷിക്കുന്നത്. ഒരു കാലത്ത് ഈ രാസപ്രവർത്തനം മനുഷ്യരെ പഠിക്കാനും അന്വേഷിക്കാനും പുതിയ ലക്ഷ്യങ്ങൾ പിന്തുടരാനും സഹായിച്ചു. എന്നാൽ ഇന്ന് അതേ സംവിധാനമാണ് ഡിജിറ്റൽ ലോകം വളരെ കൃത്യമായി ഉപയോഗിക്കുന്നത്. ഓരോ അപ്ഡേറ്റും, ഓരോ സ്ക്രോളും, ഓരോ പുതിയ ചിത്രവും നമ്മുടെ മസ്തിഷ്കത്തിന് ചെറിയൊരു പ്രതിഫലം നൽകുന്നു. ആ പ്രതിഫലം എത്ര ചെറിയതാണെങ്കിലും അത് പതിവായി ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഫോൺ പരിശോധിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. കാലക്രമേണ ഈ ശീലം ഒരു സ്വാഭാവിക പ്രതികരണമായി മാറുന്നു. നമ്മൾ ബോറടിച്ചാലും ഫോൺ നോക്കും, സമ്മർദ്ദം അനുഭവപ്പെട്ടാലും ഫോൺ നോക്കും, ചിലപ്പോൾ പ്രത്യേക കാര്യം ഒന്നുമില്ലെങ്കിലും ഫോൺ നോക്കും. പലപ്പോഴും സ്ക്രീൻ തുറന്നതിന്റെ കാരണം പോലും നമുക്ക് വ്യക്തമായിരിക്കില്ല. അത് നമ്മൾ സ്വയം അറിയാതെ ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രവൃത്തിയായി മാറിയിരിക്കും. ഇത് ശ്രദ്ധയെയും മനസ്സിന്റെ ആഴത്തിലുള്ള പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദീർഘകാല ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോഴും അവയ്ക്കെല്ലാം ഏകാഗ്രത ആവശ്യമാണ്. എന്നാൽ നിരന്തരം ലഭിക്കുന്ന ചെറിയ ഡിജിറ്റൽ പ്രതിഫലങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ ക്ഷണികമായ സന്തോഷങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. അതുകൊണ്ടാണ് അല്പനേരം ഒരു പുസ്തകം വായിക്കാൻ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ഒരിക്കൽ മണിക്കൂറുകളോളം വായിച്ചിരുന്ന ഒരാൾക്ക് പോലും ഇപ്പോൾ 10 മിനിറ്റ് ശ്രദ്ധ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥ വരാം. ഇതിന്റെ ഫലമായി നമ്മൾ വിചിത്രമായ ഒരു തരം അവസ്ഥയിലേക്ക് എത്തുന്നു. നാം ദിവസം മുഴുവൻ വിവരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ വിവരങ്ങളിൽ വളരെ കുറച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നത്. അനവധി ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റുകളും നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവയിൽ പലതും ഓർമ്മയിൽ നിലനിൽക്കുന്നില്ല. അത് ഒരു ഒഴുക്കുപോലെ വരുന്നു, പോകുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ക്ഷീണിതരാകുന്നു. കാരണം നമ്മുടെ മസ്തിഷ്കം തുടർച്ചയായി ഉത്തേജനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശ്രമം ലഭിക്കാതെ ഒരേ സമയം പല ദിശകളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടി വരുന്നു. ഒരേ സമയം പല ടാബുകളും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ പോലെ നമ്മുടെ മനസ്സും അമിതമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതിന്റെ ഫലമായി ദിവസത്തിന്റെ അവസാനത്തിൽ നമ്മൾ മാനസികമായി ക്ഷീണിതരാകുന്നു. മനുഷ്യന്റെ ശ്രദ്ധ വിലമതിക്കാനാവാത്ത ഒരു വിഭവമാണ്. ലോകത്തിലെ എല്ലാ മഹത്തായ സൃഷ്ടികളും, ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ, സാഹിത്യകൃതികൾ, കലാസൃഷ്ടികൾ, വലിയ ആശയങ്ങൾ എല്ലാം മനുഷ്യന്റെ ദീർഘകാല ഏകാഗ്രതയിൽ നിന്നാണ് ഉദിച്ചത്. എന്നാൽ ശ്രദ്ധ ചിതറിക്കൊണ്ടിരിക്കുമ്പോൾ ആഴത്തിലുള്ള ചിന്തയും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളും കുറയാൻ തുടങ്ങുന്നു. ഇന്ന് പലർക്കും പഴയതുപോലെ ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. ചിലർക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് തോന്നുന്നു. ചിലർക്ക് എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധ വഴുതിപ്പോകുന്നു. ഇതെല്ലാം വ്യക്തിഗത പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചുപറ്റാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഡിജിറ്റൽ സംവിധാനത്തിന്റെ സ്വാഭാവിക ഫലങ്ങളാണ്. എന്നാൽ ഈ കഥയ്ക്ക് മറ്റൊരു വശവുമുണ്ട്. മനുഷ്യന്റെ മസ്തിഷ്കം അതീവ അനുസരണ ശേഷിയുള്ളതാണ്. നാം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അത് സ്വയം മാറ്റം വരുത്തും. അതിനാൽ ഒരിക്കൽ നമ്മൾ നിരന്തരം ഡിജിറ്റൽ ഉത്തേജനങ്ങൾക്ക് അടിമപ്പെട്ടു പോയാലും പിന്നീട് അത് മാറ്റാൻ കഴിയും. ശ്രദ്ധയെ വീണ്ടും പരിശീലിപ്പിക്കാൻ കഴിയും. ആദ്യപടി വളരെ ലളിതമാണ്: അവബോധം. നമ്മൾ എത്ര സമയം ഫോണിൽ ചെലവഴിക്കുന്നു, എന്തിനാണ് അത് തുറക്കുന്നത്, അത് തുറന്ന ശേഷം നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധം വേണം. പലർക്കും ആദ്യമായി ഇത് ശ്രദ്ധിക്കുമ്പോൾ അത്ഭുതം തോന്നും. പലപ്പോഴും നാം ഫോൺ ഉപയോഗിക്കുന്നത് ഒരു നിർദ്ദിഷ്ട ആവശ്യത്തിനല്ല, മറിച്ച് ഒരു ശീലത്തിന്റെ ഫലമായാണ്. അവബോധം ഉണ്ടാകുമ്പോൾ അടുത്ത പടി സ്വാഭാവികമായി വരും. അത് ചെറിയ ഇടവേളകളാണ്. ദിവസത്തിൽ ചില നിമിഷങ്ങൾ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഫോണിന്റെ നോട്ടിഫിക്കേഷനുകൾ കുറയ്ക്കുന്നത്, ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്, ഇതുപോലുള്ള ചെറിയ മാറ്റങ്ങൾ തന്നെ വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. ആദ്യത്തിൽ ഇത് അസ്വസ്ഥതയുണ്ടാക്കാം. കാരണം നമ്മുടെ മസ്തിഷ്കം നിരന്തരം ഉത്തേജനങ്ങൾ പ്രതീക്ഷിക്കാൻ പഠിച്ചിരിക്കുന്നു. എന്നാൽ ആ അസ്വസ്ഥത തന്നെ ഒരു സൂചനയാണ്. നമ്മൾ ഒരു പഴയ ശീലത്തെ ചോദ്യം ചെയ്യുകയാണ് എന്നതിന്റെ സൂചന. ഈ അസ്വസ്ഥതയുടെ പിന്നിൽ മറ്റൊന്നുണ്ട്. അത് നിശബ്ദതയാണ്. ഇന്നത്തെ ലോകത്തിൽ നിശബ്ദത അപൂർവമായി മാറിയിരിക്കുന്നു.
എന്നാൽ മനുഷ്യന്റെ ഏറ്റവും മികച്ച ചിന്തകൾ പലപ്പോഴും നിശബ്ദതയിൽ നിന്നാണ് ഉദിക്കുന്നത്. സ്ക്രീനുകളില്ലാത്ത, നോട്ടിഫിക്കേഷനുകളില്ലാത്ത, ഇടതടവില്ലാത്ത വിവരപ്രവാഹങ്ങളില്ലാത്ത നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സ് വീണ്ടും സ്വാഭാവികമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അവിടെ തന്നെയാണ് സൃഷ്ടിപരമായ ചിന്തകൾ ജനിക്കുന്നത്. അവിടെ തന്നെയാണ് ആഴത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ നമ്മളോട് തന്നെ വീണ്ടും ബന്ധപ്പെടുന്നത്. ഡിജിറ്റൽ കുരുക്കിനെ തിരിച്ചറിയുന്ന ഈ യാത്ര നമ്മളെ കുറ്റപ്പെടുത്താനോ സാങ്കേതിക വിദ്യയെ നിരസിക്കാനോ വേണ്ടിയുള്ളതല്ല. മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മെ നിയന്ത്രിക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ സമീപനം കണ്ടെത്താനുള്ള ശ്രമമാണ്. സാങ്കേതിക വിദ്യയ്ക്ക് മനുഷ്യന്റെ ജീവിതത്തെ അതിശയകരമായി മെച്ചപ്പെടുത്താൻ കഴിയും. പക്ഷെ അതിന് ഒരു നിബന്ധനയുണ്ട്. നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായി പിടിച്ചടക്കാൻ അതിനെ അനുവദിക്കരുത്. നമ്മുടെ ശ്രദ്ധ നമ്മുടേതായിരിക്കണം. അത് തിരിച്ചു പിടിക്കുന്ന യാത്ര ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഈ യാത്രയുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഒരു പ്രായോഗിക മാർഗത്തിലേക്ക് കടക്കും. ഡിജിറ്റൽ ഉത്തേജനങ്ങളിൽ നിന്ന് മനസ്സിനെ പുനഃക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ വീക്ക്ലി പ്രോട്ടോകോൾ. അതാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് മനസ്സിനെ പുനഃക്രമീകരിക്കുക. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നമ്മുടെ മനസ്സിനെ പുനഃക്രമീകരിക്കുന്ന ശാസ്ത്രീയവും പ്രായോഗികവുമായ മാർഗമാണ്. നമ്മൾ നിരന്തരം സ്ക്രീനുകൾ കാണുകയും ചെറുതും വേഗത്തിലുള്ളതുമായ സന്തോഷത്തോടെ നോട്ടിഫിക്കേഷനുകൾ അവഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിന് സ്വാഭാവികമായ സ്വയം നിയന്ത്രണവും ദീർഘകാല ശ്രദ്ധയും നഷ്ടപ്പെടുന്നു. ഈ നഷ്ടം തിരിച്ചുപിടിക്കാൻ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് വളരെ ഫലപ്രദമാണ്. വീക്കെൻഡ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആഴത്തിലുള്ള മെന്റൽ റീസെറ്റ് ആണ്. ഇത് ഒരാഴ്ച കുറച്ചു സമയം ടെക്നോളജി വിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശാന്തിയും ആഴത്തിലുള്ള ചിന്തയും കണ്ടെത്താൻ സഹായിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം തയ്യാറെടുപ്പ്. വീക്കെൻഡ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിനു മുമ്പ് ചില ഒരുക്കങ്ങൾ ചെയ്യുന്നത് പ്രായോഗികമാണ്. അതിനായി നോട്ടിഫിക്കേഷനുകൾ നിയന്ത്രിക്കുക. ആവശ്യമായവ ഒഴിച്ച് മറ്റെല്ലാ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കുക. ഡിസ്ട്രാക്റ്റിംഗ് ആപ്പുകൾ ഒഴിവാക്കുക. സോഷ്യൽ മീഡിയ, ഗെയിമുകൾ, അനാവശ്യ ഇന്റർനെറ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവ ഫോണിൽ നിന്ന് താൽക്കാലികമായി നീക്കുക, അല്ലെങ്കിൽ മറ്റൊരു ഫോൾഡറിൽ വയ്ക്കുക. ഈ ആഴ്ചയിലെ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുക. വായന, എഴുത്ത്, ചിന്ത, നടത്തം, ശരീരപരിചരണം, ഹോബികൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുക. ഈ ഒരുക്കങ്ങൾ ഡിജിറ്റൽ ഫാസ്റ്റിംഗിന് ഒരു രൂപം നൽകുകയും എന്തു ചെയ്യാം എന്ന ആശയക്കുഴപ്പത്തെ ഒഴിവാക്കുകയും ചെയ്യും. ശനി, ഫാസ്റ്റിന്റെ ആദ്യ ദിവസം. ഫാസ്റ്റിന്റെ ആദ്യ ചില മണിക്കൂറുകൾ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കും. നമ്മുടെ മനസ്സ് സ്വാഭാവികമായി സ്റ്റിമുലേഷൻ തിരയുന്നു, ഫോണിലേക്ക് കൈ നീളുന്നു. നമ്മൾ ഈ സൂചന ശ്രദ്ധിച്ച് അത് മാറ്റാൻ ശ്രമിക്കുന്നത് മസ്തിഷ്കത്തെ പരിശീലിപ്പിക്കാനുള്ള അവസരമാണ്. ഉദാഹരണങ്ങൾ: അല്പനേരം നടക്കാം, പ്രകൃതിയിൽ സമയം ചെലവഴിക്കാം, ചെറിയ കാര്യങ്ങൾ നിശ്ചയിച്ച രീതിയിൽ ശ്രദ്ധയോടെ ചെയ്തു എന്നുറപ്പുവരുത്താം. ഉദാഹരണത്തിന് വെള്ളം കുടിക്കുക, പാചകം ചെയ്യുക, വീട് വൃത്തിയാക്കുക. വായന, ജേർണലിംഗ്, ദീർഘകാല പ്രോജക്റ്റുകളിലെ ചെറിയ ഭാഗങ്ങൾ പൂർത്തിയാക്കൽ, ഇവയെല്ലാം ചെയ്യാം. ഈ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ബോറടിപ്പിക്കുന്നതാകാം. ഇന്നത്തെ ലോകത്തിൽ ബോറടിക്കുന്നത് പലർക്കും അസഹനീയമായി തോന്നാം. എന്നാൽ അത് സൃഷ്ടിപരമായ ചിന്തയ്ക്ക് വലിയ അവസരമാണ്. ഞായർ, ഫാസ്റ്റിംഗിന്റെ രണ്ടാം ദിവസം. ഞായറാഴ്ച ഒരു പുനഃക്രമീകരണ ദിനമായി ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസത്തെ അനുഭവം നിശ്ചിത രീതിയിൽ പ്രതിഫലിപ്പിക്കുക. ഒരു പുസ്തകം മുഴുവനായി വായിക്കുക. പ്രോജക്റ്റ് ജോലി തുടരണം. ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുക. ഗൈഡഡ് മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റികൾ, ഡീപ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ എന്നിവ ചെയ്യുക. ഈ പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചകളിലും ആവർത്തിച്ചാൽ നമ്മുടെ മനസ്സ് കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഡിജിറ്റൽ ഫാസ്റ്റിംഗിന്റെ ഫലങ്ങൾ: മസ്തിഷ്കം കൂടുതൽ ശാന്തമായി പ്രവർത്തിക്കുന്നു, ഒരു പ്രവൃത്തിയിൽ കൂടുതൽ സമയം ഏകാഗ്രത പുലർത്താൻ കഴിയുന്നു, ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താനാകുന്നു, ദീർഘകാല ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രചോദനം ശക്തമായി അനുഭവപ്പെടുന്നു. വീക്കെൻഡ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ചെറിയ ഒരു ഇടവേളയിലെങ്കിലും നമ്മുടെ ഡോപ്പമൈൻ സിസ്റ്റത്തെ പുനഃക്രമീകരിക്കുന്നു, നമ്മുടെ ശ്രദ്ധയും ക്രിയേറ്റിവിറ്റിയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ഈ ഫാസ്റ്റിംഗ് ഒരു താൽക്കാലിക പരീക്ഷണമല്ല, ഇത് ഒരു തുടർച്ചയായ പരിശീലനത്തിന്റെ ആദ്യപടിയാണ്.
നമ്മൾ കൂടുതൽ പ്രഭാതശീലങ്ങളും മൈൻഡ്ഫുൾനെസ് തന്ത്രങ്ങളും ഇനി പരിചയപ്പെടുന്നു. അവ ദിനചര്യയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ ഫാസ്റ്റിംഗിന്റെ ഫലങ്ങൾ സ്ഥിരതയാർജിക്കും. ദീർഘകാല തന്ത്രങ്ങൾ രൂപപ്പെടും. പ്രഭാതശീലങ്ങളും മൈൻഡ്ഫുൾനെസ്സും ഡോപ്പമൈൻ ലൂപ്പ് നിയന്ത്രിക്കുക. ഡിജിറ്റൽ ഫാസ്റ്റിലൂടെ നമ്മൾ ശ്രദ്ധയുടെ പുനഃക്രമീകരണം ആരംഭിച്ചു. എന്നാൽ ദീർഘകാല മാറ്റത്തിനും ശീലത്തിനും വേണ്ടത് തുടർച്ചയായ പരിശീലനമാണ്. അതിനാണ് പ്രഭാതശീലങ്ങളും മൈൻഡ്ഫുൾനെസ് രീതികളും. അവ ദിനചര്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഡോപ്പമൈൻ ലൂപ്പിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നു. പ്രഭാതശീലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദിവസം തുടങ്ങുന്നതിന്റെ ആദ്യ 60 മിനിറ്റുകൾ പലർക്കും സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയമാണ്. അലാറം അടിക്കുന്നു, ഫോൺ എടുത്തു നോക്കുന്നു, ആദ്യ നോട്ടിഫിക്കേഷനുകൾ കാണുന്നു. പലപ്പോഴും ഈ നോട്ടിഫിക്കേഷനുകളോ മെസ്സേജുകളോ ആണ് നമ്മുടെ അന്നത്തെ മൂഡ് നിയന്ത്രിക്കുന്നത്. പ്രഭാതശീലങ്ങൾ ഡിജിറ്റൽ ഇടപെടലിനു മുമ്പ് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാൻ സഹായിക്കുന്നു. നിശബ്ദതയിൽ സമാധാനം കണ്ടെത്തുക. ആദ്യം ഫോൺ നോക്കാതെ 5-10 മിനിറ്റ് ചിന്തിക്കുക. ഈ സമയം ദീർഘശ്വാസം എടുക്കുക, ശരീരം സ്ട്രെച്ച് ചെയ്യുക. ശ്രദ്ധ നമ്മുടെ ശ്വാസഗതിയിലേക്കും ശരീരത്തിന്റെ ചലനങ്ങളിലേക്കും കൊണ്ടുവരിക. അന്നത്തെ ലക്ഷ്യം എഴുതുക. ആ ദിവസത്തെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എഴുതുക. വലിയ ലക്ഷ്യങ്ങളാകണമെന്നില്ല, ചെറുതും അർത്ഥപൂർണവുമായ പ്രവർത്തനങ്ങളാകാം. ഇത് മനസ്സിനെ ദിശാബോധമുള്ള പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. ദീർഘകാല പ്രചോദനത്തിന് മാർഗമൊരുക്കുക. ദിവസത്തിന്റെ ആദ്യ മണിക്കൂറിൽ മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. അതായത് ആദ്യ ഡോപ്പമൈൻ ഹിറ്റ് വൈകിപ്പിക്കുക. നിസ്സാരമായ താൽക്കാലിക സന്തോഷം കുറച്ചുകൊണ്ട് ദീർഘകാല പ്രതിഫലം മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മുടെ മനസ്സിന്റെ ഇമോഷനുകൾ, ആഗ്രഹങ്ങൾ, ഉത്തേജനങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം തിരിച്ചറിയാൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നു. ഫോൺ പരിശോധിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക. ആ ആഗ്രഹത്തെ അംഗീകരിക്കുക. എനിക്ക് ഫോൺ നോക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു എന്ന് തിരിച്ചറിയുക. എന്നാൽ അതിൽ പ്രവർത്തിക്കാതെ ഇടവേള പാലിക്കുക. ഇപ്പോഴല്ല, ഫോൺ എടുക്കാൻ എനിക്ക് പിന്നീട് ഒരു സമയമുണ്ടെന്ന് മനസ്സിനെ ബോധിപ്പിക്കുക. പ്രതിരോധമല്ല, ശ്രദ്ധയുടെ നിയന്ത്രണമാണ് വേണ്ടത്. ഈ ശീലം തുടരുക. നിശ്ചിത സമയങ്ങളിൽ ഫോൺ ഉപയോഗം മാറ്റി അതിനു പകരം ഏകാഗ്രമായ ജോലി, വായന, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ ശ്രദ്ധ ചെലവഴിക്കുക. ഈ ഫലങ്ങൾ സ്ഥിരമാക്കാൻ ദിവസത്തിലെ മറ്റു പ്രവർത്തനങ്ങളിലും ശ്രദ്ധ നൽകണം. ശരീരപരിചരണം, വ്യായാമം, നടക്കൽ, സൈക്ലിംഗ് എല്ലാം മനസ്സിന്റെ സന്തോഷവും ഏകാഗ്രതയും ശക്തിപ്പെടുത്തുന്നു. ലക്ഷ്യനിർണയം. ആ ദിവസം പൂർത്തിയാക്കിയ ചെറിയ വിജയങ്ങൾ രേഖപ്പെടുത്തുക. ടൈം ബ്ലോക്കുകൾ. ഫോൺ നോക്കാതെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന 1/2 മണിക്കൂർ, 1 മണിക്കൂർ എന്നിങ്ങനെ ഡീപ്പ് വർക്ക് ടൈം ബ്ലോക്കുകൾ ഉണ്ടാക്കുക. ഈ ശീലങ്ങൾ പതിവാകുമ്പോൾ ഡോപ്പമൈൻ ലൂപ്പ് നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ മനസ്സ് ഈ ശീലങ്ങളിൽ പരിശീലനം നേടിത്തുടങ്ങിയാൽ നമുക്ക് ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയും. പുനഃക്രമീകരിച്ച ഡോപ്പമൈൻ സിസ്റ്റം കൊണ്ട് ദീർഘകാല പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിയും. ധൈര്യവും ആഴത്തിലുള്ള ശ്രദ്ധയും ഉയരും. വ്യക്തിപരമായ, പ്രൊഫഷണലായ, സൃഷ്ടിപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കൂടുതൽ ശക്തി അനുഭവപ്പെടും. ഡിജിറ്റൽ ഫാസ്റ്റിംഗും പ്രഭാതശീലങ്ങളും മൈൻഡ്ഫുൾനെസ്സും ചേർന്ന് നമ്മളെ നമ്മുടെ ശ്രദ്ധയുടെ ഉടമയാക്കി മാറ്റുന്നു. നമ്മുടെ കഴിവും ശീലവും നിയന്ത്രിക്കേണ്ടത് ഫോണുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അല്ല, നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇന്ന് തുടങ്ങുക. ചെറിയ ഇടവേളകളിൽ പോലും ശ്രദ്ധയുടെ സ്വാധീനം തിരിച്ചുപിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തി നിങ്ങളുടെ മനസ്സാണ്. അതിനാൽ അതിനെ കൃത്യമായി നിയന്ത്രിക്കുക. ശ്രദ്ധയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാം. ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ എന്തു ചെയ്യണം? ആദ്യം സ്വയം വിമർശിക്കാതെ മനസ്സിന് കുറച്ച് സാന്ത്വനം നൽകുക. സ്വയം കരുണ കാണിക്കുക. പൂർണ്ണമായ ഡീറ്റോക്സ് എന്ന പാത പലർക്കും പ്രായോഗികമായിരിക്കില്ല. അതിനാൽ ചെറിയ സുസ്ഥിര മാറ്റങ്ങളിലേക്ക് മടങ്ങുക എന്നത് കൂടുതൽ ഫലപ്രദമാണ്. സ്ക്രീൻ സമയം കുറയ്ക്കൽ, സാമൂഹിക മാധ്യമങ്ങൾ നിയന്ത്രിക്കൽ, സ്ഥിരമായ വ്യായാമം, ധ്യാനം, മികച്ച ഉറക്കം എന്നിവ പതിവാക്കുക. കൂടാതെ ചെറിയ വിജയം കാണിക്കുന്ന പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ മോട്ടിവേഷൻ പുനഃസൃഷ്ടിക്കപ്പെടും. ചിലപ്പോൾ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായം തേടിയാൽ വിജയസാധ്യത കൂടുതലാകും.
ഏറ്റവും പ്രധാനമായത് ഡോപ്പമൈൻ നിയന്ത്രണ ശ്രമം ഒരു പരിശീലനമായി കാണുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ആസ്തി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണം, സ്ഥാനം, സാധന സാമഗ്രികൾ? അല്ല, ഇവയ്ക്കെല്ലാം മേലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഏകാഗ്രത, ശ്രദ്ധ, മനസ്സിന്റെ നിയന്ത്രണം എന്നിവയാണ്. ഇന്ന് നമ്മൾ ഓരോ ദിവസവും ചെലവഴിക്കുന്ന സമയവും സൃഷ്ടിപരമായ ശ്രദ്ധയും നമുക്ക് ലഭ്യമാകാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ടുപോകുന്നു, പക്ഷെ നമ്മൾ ഒരു കാര്യത്തിലും ആഴത്തിൽ മുഴുകുകയോ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുകയോ ചെയ്യുന്നില്ല. ഈ സ്ഥിതി ഒരാളുടെ പരാജയമല്ല, ഇത് ഇന്ന് നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ രൂപകൽപ്പന കൊണ്ടാണ് സംഭവിക്കുന്നത്. ഫോണുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് കോടികൾ ചെലവിടുന്നത്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമ്മുടേതായിരിക്കണം. നമുക്ക് വേണ്ടത് ഒന്നാണ്: സ്വയം അവബോധം. നാം ദിവസവും ചെയ്യുന്നത് എന്ത്, എങ്ങനെ ചെയ്യുന്നു, എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ സ്ക്രീൻ തുറക്കുന്നത്, ഓരോ നോട്ടിഫിക്കേഷനുകളും നമ്മളെ എങ്ങനെ ആകർഷിക്കുന്നു, ഇവയെല്ലാം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് മാറ്റത്തിന്റെ ആദ്യ ചുവടുവെപ്പ്. ഓരോ നിമിഷവും നമ്മുടെ മനസ്സ് സ്വാഭാവികമായും സ്റ്റിമുലേഷൻ തേടുന്നു. പക്ഷേ നമുക്ക് അതിൽ കുരുങ്ങാതിരിക്കാനായി ശ്രമിക്കാം. ഒരു ചെറിയ വിജയം പോലും വലിയ മാറ്റത്തിന് തുടക്കമാകും. ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം വായിക്കുക, ഒരു ചെറിയ പ്രോജക്റ്റ് പൂർത്തിയാക്കുക, കുറച്ചു സമയം വ്യായാമം ചെയ്യുക. ഇത്തരം ചെറിയ ശ്രമങ്ങൾ മനസ്സിന്റെ ശ്രദ്ധയുടെ പുനർനിർമ്മാണത്തിലേക്ക് കടന്ന് വലിയ ഫലങ്ങളായി മാറും. ഡോപ്പമൈൻ ഡിറ്റോക്സ് പരാജയപ്പെട്ടാൽ ചെറിയ കുറ്റബോധം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് നിങ്ങളുടെ കഴിവിന്റെയും ശക്തിയുടെയും അളവല്ല. ഓരോ ചെറിയ ശ്രമവും ഒരു വിജയം തന്നെയാണ്. ഓരോ ദിവസവും നിങ്ങളുടെ ശീലങ്ങൾ കൂടുതൽ നിയന്ത്രിതവും സുസ്ഥിരവുമാക്കുന്ന പഠനമായി മാറുന്നു. പരാജയങ്ങൾ ഒരു തടസ്സമല്ല, ഒരു തിരിച്ചറിവായി കാണുക. ചെറിയ വിജയങ്ങൾ സമാഹരിച്ചാൽ വലിയ മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ മനസ്സിലാക്കി ചെറിയ ചുവടുകൾ ഉറപ്പായി മുന്നോട്ടു പോവുക. ഓരോ ദിവസവുമുള്ള നമ്മുടെ ചെറിയ തുടക്കങ്ങളെ പുതിയ സാധ്യതകളിലേക്ക് മാറ്റാൻ കഴിയും. നിങ്ങളുടെ ശ്രമങ്ങൾ ചെറുതെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തുലിതവും സന്തോഷഭരിതവും ആക്കുന്നു. ഒപ്പം നിങ്ങളുടെ ആത്മവിശ്വാസവും വളർത്തുന്നു. ഡിജിറ്റൽ ഫാസ്റ്റിംഗും പ്രഭാതശീലങ്ങളും പരീക്ഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തുന്നത് വളരെ സത്യസന്ധമായ കാര്യമാകും. കുറച്ചു സമയം ഫോണിന്റെ ചുറ്റുപാടിൽ നിന്ന് മാറിയാൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തവും നിയന്ത്രിതവുമാകുന്നു. നിങ്ങൾക്ക് ഒരേ പ്രവർത്തനത്തിൽ കൂടുതൽ സമയം ഏകാഗ്രത പുലർത്താൻ കഴിയുന്നു. ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു. ദീർഘകാല ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രചോദനം ശക്തമായി അനുഭവപ്പെടുന്നു. മനസ്സിന്റെ ശ്രദ്ധയും ഏകാഗ്രതയും സ്ഥിരമാക്കാൻ നാം ശീലിക്കേണ്ടത് ഡിസിപ്ലിൻ, ആത്മനിയന്ത്രണം എന്നിവയാണ്. നോട്ടിഫിക്കേഷനുകൾ കുറയ്ക്കുക, പ്രഭാത സമയത്ത് ഫോണിലേക്ക് കൈനീട്ടാതെ ആ ദിവസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമെങ്കിലും ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുക. അതിനായി ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ദിശാബോധമുള്ള പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. വ്യായാമം, നടത്തം, ജേർണലിംഗ് പോലുള്ള ചെറിയ ശീലങ്ങളും നിങ്ങളുടെ പ്രചോദനവും ഏകാഗ്രതയും ശക്തിപ്പെടുത്തുന്നു. ഓരോ ചെറിയ വിജയവും ഓരോ നേട്ടവും നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ കഥയുടെ ഭാഗമാകുന്നു. നിങ്ങളുടെ ഫോണല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളല്ല, നിങ്ങളുടെ ശീലങ്ങളും മനസ്സിന്റെ നിയന്ത്രണവുമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ദിനം ആരംഭിക്കുന്നു, എങ്ങനെ ശ്രദ്ധ ചെലവഴിക്കുന്നു, എങ്ങനെ ഉത്തേജനങ്ങളെ നിയന്ത്രിക്കുന്നു, ഇതാണ് നിങ്ങളുടെ വിജയകഥ എഴുതുന്നത്. ചെറിയ ഇടവേളകളിലൂടെ ഓരോ ദിവസത്തിലും ശീലങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ഇന്നു തന്നെ ആരംഭിക്കാനാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ആസ്തി നിങ്ങളുടെ മനസ്സാണ്. അതിന്റെ നിയന്ത്രണം നിങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങളെ ഏൽപ്പിക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.